ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് അഡ് വിത്ത് ഉണ്ണീശരത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു പി സി ബി അല്ല ഒരു ആംപ്ലിഫയർ ബോർഡ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് ആ വർക്കിംഗ് വീഡിയോസിന് മുമ്പ് നമുക്ക് ചെയ്ത ബോർഡിൻ്റെ റിവ്യൂസ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇതാണ് ആ ബോർഡ്. ഒരു TDA 2050 IC വെച്ച് വരുന്ന ഒരു സിംഗിൾ ചാനൽ ആംപ്ലിഫയർ ബോർഡാണിത്. നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 30 വാട്ട് RMS ഔട്ട്പുട്ട് വരുന്ന ഒരു ബോർഡാണിത്. TDA 2050 വെച്ച് വരുന്ന ഒരു IC വെച്ച് വരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡ്. നമുക്കൊരു കണക്ഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാണ് പവർ സെക്ഷൻ ഏരിയ. 12.0.12 മിനിമം ഒരു 5 ആംപിയറോ അല്ലെങ്കിൽ 18.0.18 ഒരു 5 ആംപിയർ കൊടുക്കേണ്ട AC ആണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ഡൈവേർഡ് റെക്ടിഫൈ ചെയ്ത് ഓഡിയോ ആംപ്ലിഫയറിൻ്റെ കണക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്ന ഒരു ഡിസൈനാണിത്. ഇതാണ് ഓഡിയോ ഇൻപുട്ട് സെക്ഷൻ. ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ട ഏരിയ ആണ് അത്. സിംഗിൾ ചാനൽ ഓഡിയോ ഇൻപുട്ട് സെക്ഷനാണത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട്, അതായത് സ്പീക്കറിലേക്ക് പോകുന്ന ഓഡിയോ ഔട്ട്പുട്ട്. ഈ ബോർഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാം ഇതിൽ കണക്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ പവർ സെക്ഷൻ ആയാലും ഇൻപുട്ട് ആയാലും ഒക്കെ നമുക്ക് വയേഴ്സ് നേരെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ബോർഡാണിത്. വീഡിയോയ്ക്ക് മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വർക്കിംഗ് വീഡിയോസിലേക്ക് പോവാം. ഓക്കെ, ഒരു PCB മേക്കിങ്ങിന് ആദ്യം വേണ്ടത് ഒരു PCB ആംപ്ലിഫയറിൻ്റെ ലേഔട്ടാണ്. അത് നമുക്ക് പല സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മളൊരു ലേസർ ജെറ്റ് പ്രിൻ്ററിൽ ഫോട്ടോ ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിനനുസരിച്ച് ഒരു കോപ്പർ ഗ്ലാഡ് ബോർഡ് അത് PCBയുടെ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഒരു അയൺ ബോക്സ് ആണ്. ആദ്യ ഘട്ടത്തിൽ വേണ്ടത് ഇതാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത ഫോട്ടോ ഗ്ലോസി പേപ്പറിൽ പ്രിൻ്റ് എടുത്ത PCB ലേഔട്ട് ആ കോപ്പർ ഗ്ലാഡിൻ്റെ മേലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. നമ്മൾ അയൺ ബോക്സ് നല്ല ഹൈ ടെമ്പറേച്ചറിലിട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളത് മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റോളം ചെയ്യേണ്ടി വരും. അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പേപ്പറൊക്കെ ഈ രീതിയിലിരിക്കുന്നത് കാണാം. ഒരു ഡാർക്ക് ഷെയ്ഡ് ബാക്കിൽ വരും. അതുമാതിരി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ PCB കറക്റ്റായിട്ട് അതിൻ്റെ കോപ്പർ ഗ്ലാഡിൽ ഒട്ടിയിരിക്കുന്നുണ്ടാവും. അയൺ ചെയ്തതിന് ശേഷം നമുക്കൊരു ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊരു തണുത്ത വെള്ളത്തിലിടാം. എന്നിട്ട് നമ്മളത് പേപ്പർ പോണ വരെ നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇപ്പോൾ 2 PCB മേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരെണ്ണം 5 ചാനലാണ്, 2 ചെയ്യുന്നുണ്ട്. നമ്മൾ PCB സ്ക്രബ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ഡിസൈൻ അധികം കട്ടാവാണ്ട് നോക്കണം. സ്ക്രബ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഈ കളർ, ഈ വീഡിയോയിൽ കാണുന്ന കളർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സൂക്ഷിച്ച് ട്രാക്കുകളൊന്നും പോവാതെ സ്ക്രബ് ചെയ്യുക. ഇതൊരു ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനാണ്. അതായത് നമ്മൾ ആ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫെറിക് ക്ലോറൈഡിലേക്ക് ബോർഡ് ഇടുക ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ എച്ചിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളൊരു കോപ്പർ ഗ്ലാഡാണ് ഇടുന്നത്. അപ്പോൾ ഈ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഇതിലത്തെ ഡിസൈൻ ഒഴികെയുള്ള ഭാഗങ്ങളിലെ കോപ്പർ കളയാൻ വേണ്ടിയിട്ടാണ്. അതായത് എച്ചിങ് എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. അത് നമ്മൾ ചൂടുവെള്ളത്തിലിടുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നമ്മൾ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് നമ്മുടെ PCB ഷീറ്റ് നമ്മൾ ഇതിലിടുക ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. നമ്മൾ ഫെറിക് ക്ലോറൈഡിലെ എച്ചിങ്ങിന് ശേഷം കിട്ടുന്ന ബോഡി ഈ ലെവലായിരിക്കും. അതായത് നമ്മുടെ ഡിസൈൻ ഒഴികെയുള്ള ഭാഗങ്ങളിലെ കോപ്പറൊക്കെ പോയിട്ടുണ്ടാവും. ബോർഡ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു തിന്നറാണ്. ഈ തിന്നർ വെച്ചിട്ട് നമുക്ക് ആ PCBയിലെ ആ പ്രിൻ്റ് കളയാം. നമ്മൾ വേണ്ടത് ആ തിന്നർ നമ്മളെടുത്തിട്ട് ആ പ്രിൻറ്റിങ് ഏരിയയിൽ നന്നായിട്ട് ഉരയ്ക്കുക. അതായത് നന്നായിട്ട് തുടയ്ക്കുക. അത് സർക്യൂട്ടിൻ്റെ പ്രിൻറ്റിങ് ഏരിയ അതാണ് നമ്മൾ കളയേണ്ടത്. ഈ രീതിയിൽ നമുക്ക് തിന്നർ വെച്ച് തുടയ്ക്കാം. നമ്മൾ ആ തിന്നർ തുടച്ച ശേഷം നമുക്ക് കിട്ടുന്നൊരു ബോർഡ് ഈ രീതിയിലായിരിക്കും. നമ്മളത് നോക്കുക, അതിൽ വല്ല ട്രാക്കുകൾ വിട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക, ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത അതേ ഇതിൽ തന്നെ ആ കോപ്പർ വന്നിട്ടുണ്ടാവും, നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ ബോർഡുകൾ. അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കമ്പോണൻസൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഹോൾസ് ഡ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹാൻഡ് ഡ്രില്ലാണ്.
മാർക്കറ്റിൽ വളരെ നിസ്സാരമായ ഒരു രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഹാൻഡ് ഡ്രില്ലാണ്. അത് നമ്മൾ ആ ഹോളിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ബിറ്റുകൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇലക്ട്രിക് ഹാൻഡ് ഡ്രില്ലുകളും ഇലക്ട്രിക് ഡ്രില്ലുകളും അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുക. സൂക്ഷിച്ച് ഹോളുകൾ ഡ്രില്ല് ചെയ്യുക, ശരിയായ രീതിയിൽ ചെയ്യുക. ഹോൾസ് ഡ്രില്ല് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ബോർഡ് ഇങ്ങനെയായിരിക്കും. ഹോൾസുകളൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലത്തെ, അതായത് പാർട്സുകൾ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടിലത്തെ ഡിസൈൻ ആവശ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ അതിൻ്റെ ഡിസൈൻ കറക്റ്റ് PCBയുടെ മറുപുറത്ത് കറക്റ്റ് ഹോൾ അനുസരിച്ച് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്യുക. നമുക്കതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കിട്ടുക. ഒരു കമ്പോണൻസിൻ്റെ പേരൊക്കെ വെച്ചിട്ടുള്ള എവിടെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും. അതിൻ്റെ മേലെ നമ്മൾ വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡാർക്കിഷ് വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഏതൊക്കെ കമ്പോണൻറ്റുകൾ എവിടേക്കാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും നമുക്കിത് കറക്റ്റായിട്ട്. അതിനനുസരിച്ച് നമുക്ക് കമ്പോണൻസ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു സ്റ്റിക്കർ ഒന്നല്ല, നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു PCB 2 ലെയർ കിട്ടി. ഈ രീതിയിലാണ് നമ്മൾ 2 ലെയർ ഉണ്ടാക്കേണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇതാണ് ആ ബോർഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബോർഡാണ്. എല്ലാ കമ്പോണൻസും കറക്റ്റായിട്ട് ആ ഡിസൈനിങ്ങിൽ, അത് നമ്മൾ എടുത്ത ഡിസൈനിങ്ങിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള കമ്പോണൻസുകൾ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ള ബോർഡാണിത്. കാണാൻ തന്നെ നല്ലൊരു വൃത്തിയുള്ള ബോർഡ്. എല്ലാം വളരെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതെൻ്റെ കഴിവല്ല, ഡിസൈനേഴ്സിൻ്റെ കഴിവാണ്. ഈ PCB ഡിസൈൻ ചെയ്ത ആളുടെ കഴിവാണ്. ഡിസൈൻ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ആദ്യം തന്നെ നമ്മൾ ആ ബോർഡ് ഒരു ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് കണക്ട് ചെയ്യുക. അതായത് നമ്മുടെ TDA 2050 IC നമ്മൾ സൂക്ഷിച്ച് ഹീറ്റ് സിങ്കിലെ സ്പേസറൊക്കെ വെച്ച് കണക്ട് ചെയ്യുക. അത് ഇൻപുട്ട് സെക്ഷനാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ആംപ്ലിഫയറിൽ നിന്ന് എൻ്റെ ഓഡിയോ ഇൻപുട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അതുമാതിരി തന്നെ എൻ്റെ സ്പീക്കർ ഔട്ട്പുട്ട് അത് നമ്മുടെ ഒരു ബോക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടെ നിന്ന് കണക്ട് ചെയ്ത ഏരിയ. അതുമാതിരി തന്നെ ഞാനൊരു 12.0-12.5 ആംപിയർ ട്രാൻസ്ഫോമറാണ്, HT ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളതിൻ്റെ പവർ സെക്ഷനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ സെക്ഷനിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഇതിൽ നമുക്ക് ഓഡിയോ അധികം കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല, ഫ്രീ ഓഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മളൊരു നിലവിലുള്ളൊരു സോങ്സാണ് ഇട്ടത്. അത് കോപ്പിറൈറ്റ് പ്രശ്നമുള്ള കാരണമാണ് മുഴുവൻ ഇടാൻ പറ്റാത്തത്. കൂടാതെ നിങ്ങൾക്ക് ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഈ ചാനൽ വളരെ കുറവാണ്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.